രാവിലെ ശക്തമായിട്ടുള്ള മഴയാണ്. രാവിലെ നല്ല മഴയായിരുന്നു. അയ്യോ വെള്ളം വരുന്നു. ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. ഫോൺ എടുത്തോ? നല്ല മഴയാണല്ലോ ഇന്ന്. അവിടെ നല്ല തെന്നി കിടക്കുവാണേ. പറഞ്ഞില്ലാന്നുണ്ടെന്നാ തിരിഞ്ഞില്ലേ? എനിക്ക് മഴ പെയ്യായിരുന്നു ആവശ്യമുള്ളവരെ ഇടയ്ക്കിടയ്ക്കുണ്ട്. രായപ്പോ അത് നമ്മുടെ ഈ അഷ്റഫണ്ണൻ്റെ വീട്ടിൽ വാടകയ്ക്ക് വന്നതാണ്. അവരുമായിട്ട് നമുക്ക് അങ്ങനെ വലിയൊരു പരിചയമില്ല. മഴ വരുന്നുണ്ടല്ലോ, വണ്ടി കിട്ടത്തില്ല. അങ്ങോട്ട് മഴ പെയ്ത് ഒരു തരത്തിൽ ഇവിടം വരെ എത്തി. അപ്പോഴത്തേനും വീണ്ടും ശക്തി കൂടി. ഭയങ്കര മഴ. ഫോട്ടുണ്ട്, പക്ഷെ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇന്ന് ശകലമുള്ള അങ്ങോട്ട് ബസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. എൻ്റെ അവസ്ഥ തന്നെ. ചെയ്യാൻ നമ്മൾ എല്ലായിരിക്കുമ്പോഴാണ് മഴയാണല്ലോ. രാവിലെ തന്നെ മഴയാ. ഇന്നലെ വൈകിട്ട് മൊത്തം മഴയായിരുന്നു. രാവിലെ വൈകിട്ട് മഴയായിരുന്നെന്ന് ഞാനറിഞ്ഞില്ല.
രാവിലെ വിത്തുമെല്ലാം കുളമായിട്ട് കിടന്നപ്പോൾ മനസ്സിലായി വൈകിട്ട് മഴയായിരുന്നു എന്ന്. ഇവിടെ മൊത്തം നനയാണ്, അതിനെ നോക്കിയിട്ട് കാര്യമില്ല. ഓ എപ്പോൾ തുടങ്ങിയതാണെന്നറിയോ? പിള്ളേർക്ക് ഇപ്പോഴൊക്കെ അവധി കൊടുക്കുവാണെങ്കിൽ ഒരു കാര്യമുണ്ടായിരുന്നു. പിന്നെ ഈ മഴയും പിടിച്ച കൊച്ചു പിള്ളേരൊക്കെ എങ്ങനെ പോകും? വലിയൊരു മഴയ്ക്ക് ശേഷം ഉണ്ടാകുന്നൊരു ചെറിയൊരു തെളിവായത്, തെളിഞ്ഞ് കുറച്ചൊക്കെ. ഇവിടെയൊക്കെ മൊത്തം ഈ വെള്ളമാണ്. ഇവിടെ 2 പിള്ളേരുണ്ട്. എന്റെ പൊന്നെന്തേ, എന്റെ കുഞ്ഞെന്തേ? ഇതേ പോയി. അയ്യോ ഇതന്നെ എന്റെ ക്യാമ. പക്കാവടയൊന്നുമില്ല. വാ, ഇത് ഭയങ്കര മഴ വരുന്നുണ്ട്. ഇങ്ങി വാ, ഇങ്ങി വാ, ഇങ്ങി വാ. പക്കാവട വന്നിരുന്നേ, ഇപ്പൊ തന്നില്ലേ, അത് മതി. ഇങ്ങി വന്നേ, നമുക്ക് സിനിമ നോക്കാം. സിനിമ ഭയങ്കര കാറ്റാണ്. കാറ്റ് ശമ്പൂട്ടോ. തീർന്നു പക്കാവട. എടി നെറ്റ് ഇല്ലടി, എല്ലടി ഇടാനായിട്ടാ. ഇത് പണ്ട മഴ പെയ്യുന്നുണ്ട്. ആ മഴ ഒന്ന് ഇതാകട്ടെ, കുറയട്ടെ. കണ്ടില്ലേ, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു 6:30 ആയെന്ന് തോന്നും. 6:30 കഴിഞ്ഞാൽ പ്രതീതി 6:45 ഇരുട്ടാണ്. പക്ഷെ സത്യത്തിൽ എത്രയാ? സത്യത്തിൽ എത്ര? എൻ്റെ ഫോൺ എടുത്ത് കളിക്കുന്ന ഫാനൊന്നും വേണ്ട. തണുപ്പ് ഒന്നാമതൊക്കെ ചുമയാ എന്നോട്. കണ്ടോ 4:45. എന്നാ നാളെ സ്കൂളിൽ കൊണ്ടുപോകാം. ചുമ പറഞ്ഞല്ലോ അല്ലേ? നാളെ സ്കൂളിൽ പോയേക്കാട്ടോ. അതെന്നാ ആണല്ലേ? ഇപ്പൊ ചുമയൊക്കെ പോയിരുത്. കാറ്റ് അമ്മ. എന്തോ അത് എന്താ മഴയാ. ഇപ്പൊ പോകണ്ട, മഴ കുറഞ്ഞാൽ പോയാൽ മതി. എഴുതിക്കോ. എന്നാ നീ എന്താ ഇങ്ങനെ മടിക്കുന്നേ? മഴ കാറ്റ് ഭയങ്കരം നോനെ. എന്തോ ഇത്? അയ്യോ എടി അടച്ചിട്ടേടി, അടച്ചിട്ടേ ജനല്. അയ്യോ എൻ്റെ അമ്മോ, എന്താ ഇങ്ങനെ പട്ട് പിടിച്ച? നാരായണിയൊക്കെ വരേണ്ട സമയം. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരേണ്ട സമയമില്ല, ഒരു അരമണിക്കൂർ കഴിയണം. ദൈവമേ, ശാംഭവിയൊക്കെ ആണെങ്കിൽ 6 ആകുമ്പോൾ വരും.
ഓ ഓ പിന്നെ കാറ്റ് കുറയുന്നില്ലേ? ദൈവമേ എന്തുവാടി കുറെ നേരമായി തുടങ്ങിയിട്ട് ഈ കാറ്റ് കണ്ടോ? ആ ഇന്ന് കാറ്റുണ്ടായിരുന്നു, നാളെ അവധിയായിരിക്കും. നാളെ അവധി നാളെ അവധിയല്ല, കാറ്റുണ്ടേലും പേമാരം ഉണ്ടേലും ഇപ്പോഴത്തെ കളക്ടർ അവധി തരുത്തേ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ വർഷം എത്ര അവധിയാണ് കിട്ടിയത്? ഈ ചെകുത്താൻ കുരിശ് കാണുമ്പോൾ ഓടുന്ന പോലെ ക്യാമറ കാണുമ്പോൾ നാരായണി ഓടുന്നത്. എടി ആ കൊച്ചിനെ പുറകെ നീ വിളിച്ചോണ്ട് വാ. ഉമ്മ ദമ്മു ആ എന്തേലും നടക്കട്ടെ. ഒന്ന് പോകാവോ അടുത്ത മരയ്ക്കുള്ളില്? എടി പറഞ്ഞിട്ടുണ്ട്, ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് വരും, ഇല്ലെങ്കിൽ മറ്റേ പാലിട്ട് വെക്കാം, ചായ കുടിച്ചോ. പിള്ളേരോണം ഹാപ്പി വേണം, പിള്ളേരോണം അല്ലേ? ഹാപ്പി വേണം. അയ്യോ പിന്നെ മഴയത്ത് പിന്നെ നനയത്ത് കൂടെയാണോ നീ പോന്നെ? അമ്മ ഹാപ്പി വേണം കേട്ടോ? മതിയോ? ഒന്ന് പോകാവോ? പിന്നെ വെള്ളത്തിൽ ചവിട്ടാതെ പോകാൻ വേണ്ടി എന്നും വെച്ചോണ്ട് ഇപ്പൊ കണ്ടോണം. നൂർത്തിട്ട് പൊക്കോ നീറ്റ്. ആ നൂർക്കണോന്ന് കൊട നൂർക്കാൻ പോലും മടി അവക്ക്. എന്ത് പാടി നിന്റെ ചേച്ചി ഇങ്ങനെ? അല്ല വായി വെക്കുന്നേ, പോയി കിടന്നേ, അവിടെ ഞാൻ പോയിരുന്നേ. ആ കറണ്ടൊക്കെ വന്നോളൂ. ആ കുഴിമന്തിയോ? ഓ ഭയങ്കരവാ. അങ്ങനെ കുഴിമന്തി കഴിക്കണ്ട, കുഴിമന്തി അത്ര നല്ല സാധനമല്ല. ഷവായിയോ? വൃത്തിയോട് കാണിക്കല്ലേ, ക്യാമറ ഓൺ ആക്കുമ്പോൾ ഓരോരോ വൃത്തിയോടായിട്ട് വരും. കുഴിമന്തി എടുത്ത് ഞാൻ എനിക്ക് ആ മഴയും കാറ്റും ഒക്കെ അങ്ങോട്ട് നിന്നച്ചു. എന്നതായിരുന്നു കുറച്ച് നേരത്തേക്ക്. ഏത് സ്ഥലം? അത് വീട്, അത് ഈ മുണ്ടക്കൻ വീട് അല്ല? ഏതാ? ഭയങ്കര വിളച്ചിലായിട്ട് കേട്ടോ. വിളച്ചിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടേ. ഞാൻ പോട്ടെ. ഫുള്ള് ഭയങ്കര മഴയായിരുന്നു, ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. നാളെ ഇന്നോടൊപ്പം ഓരോ പരിപാടി ഞാൻ പറഞ്ഞു.
സ്കൂളിൽ കൊണ്ടുപോകാൻ ടവലുണ്ട്. ഈ കയ്യിലെല്ലാം എന്നെ ഈ വരച്ച് വെച്ചേക്കുന്നേ. മഷിയോ? വാ, ഞാനിപ്പോൾ പർപ്പിൾ കളറൊക്കെ എടുത്ത് കാണിച്ചു തരാം. എന്തിനാണ് നോക്കുന്നത്? എനിക്ക് എന്താണ് ഈ വെള്ളത്തിൽ കളി? കുറെ നേരമായി ശാംഭവി, നല്ല പെടയും കൂടെ വെച്ച് തരുവേ. വെള്ളത്തിൽ കളി ഇച്ചിരി കൂടുന്നുണ്ടേ കേട്ടല്ലോ. ആ, ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കളിക്കുന്നു. സമയം എത്രയായി? എന്നാ മഴയായിരുന്നത്. നോക്കിയിട്ട് ഞാൻ തരാവേ. ചെറിയ തല്ല് വെച്ച് തരാം. ചെറിയൊരു തല്ല്, ഒരു കുഞ്ഞടി ചെറിയൊരു കുഞ്ഞൊരു ഇർക്കിലിയും കൊണ്ട് ഒരു കുഞ്ഞ് കാലിട്ട് ചെറിയൊരു അടി വെച്ച് തരട്ടെ. വേദന എടുക്കുവോ? വിഷമാണ്. നിന്നോട് നാരായണയുടെ സ്കെച്ചും അങ്ങനെയുള്ള സാധനങ്ങളും പേനയൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോന്ന് പറ. നാരായണ ചേച്ചിയുടെ സ്കെച്ചും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ എടുക്കരുതെന്ന്? കിട്ടുന്നതിന്റെ ആണോ? എന്തിനാ ഈ സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കളയുന്നേ? ശാംഭവി, നാരായണിയുടെ മോളെ അല്ല ജയുടെ മോൾ എന്നെ എടുക്കുവാ. ബായോ, ഞാൻ വിളക്കെത്തിക്കണോടാ. വിളക്കെത്തിച്ചിട്ട് വരാവേ. അവിടെ ഇരുന്നു കേട്ടോ. പ്രാർത്ഥിച്ചോ അവിടെ വന്നത്? വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചോ. കരണ്ട് പോയി. ഇവിടെ എപ്പോഴും ഇങ്ങനെ കരണ്ടും പോയി വന്നും പോയി ഇങ്ങനെ നിൽക്കുക. ഒരു ചെറിയൊരു കാറ്റ് കണ്ടാച്ചാൽ മതി, അന്നേരം പിന്നെ കരണ്ടില്ല. പോയി. ഇവിടെ വന്നും പോയി നിൽക്കുകയല്ലേ. ഈ തണുപ്പത്ത് ആവി എടുക്കും നിനക്ക്. എന്നാ പിള്ളേരോണമായിട്ടൊരു സേമിയ പായസം ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. സദ്യയാണ് സാധാരണ പിള്ളേരോണത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഈ മഴയും പിടിച്ചുകൊണ്ട് സദ്യ ഒന്നും പറ്റത്തില്ല. ഉണ്ട് മെനക്കേടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് സേമിയ. ഓക്കേ, സ്റ്റാൻഡിലോട്ട് പോയോ? ധനേന്നാണ് വിളിച്ചത്. ടൗൺ ബേക്കറി പോയോ? പിന്നെ ഇവിടെ പോയി. ഇതെവിടെ നിന്നാണ് മേടിച്ചെന്ന് അറിയത്തില്ലേ? എന്നാ ഇന്ന് നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇതെവിടെ നിന്നാണ് മേടിച്ചേ? ഏത് കട? എവിടെ ഒന്ന് പറ. മോഡൽസിന്റെ ഏതാ? കോസ്റ്റ് താഴെ നിർത്തേ. പിന്നെ ഏത് മോഡൽസാ?
മനസ്സിലായി. അവിടെയാണോ? പാറ്റ കയറി എന്നും ഉള്ളതുകൊണ്ടേ നഷ്ടമാ. അല്ല മഞ്ഞ മഴയായിരുന്നോണ്ടേ. അതിൻ്റെ ഏരിയ അവിടെ അവിടുത്തെ ഏരിയയിലേക്ക് വെച്ചേക്ക്. അവിടെ കമ്പി ഉണ്ടോ? ആ അന്ന് പിള്ളേരോണോ അല്ലേ? ഇപ്പൊ പിള്ളേർക്ക് ചെറിയൊരു സേമിയ ഉണ്ടാക്കി കൊടുത്താ. ഇല്ല ഞാൻ ഉണ്ടാക്കണേ. ഞാൻ ഇവിടെ ഇറങ്ങണം. പിന്നെ സേമിയ ഞാൻ ഇവിടെ ഉണ്ടാക്കുവോ? കുഴിച്ചെടുക്കുവോ? പിന്നെ നമ്മളെ സ്കൂളിൽ പോയിട്ടല്ലേ ഇരിക്കുന്നേ. ഒന്നുമില്ല, അവളാത് മേടിച്ചോണ്ട് വന്നേ. ആര് പറഞ്ഞു ഇതൊക്കെയാണ്? ആർക്കും അറിയത്തില്ല ഞങ്ങൾക്ക്. ഈ പിള്ളേരാണത് ഒരു പിള്ളേരല്ലേ? ഒരു പിള്ളേന്റെ പോകത്തില്ല.